ബഷീർ ഓൺലൈനാണോ? വീട്ടിൽ പോയോ? എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞേ? റെക്ടാങ്കിൾ ഉണ്ടായിരുന്നു അല്ലേ? അതെല്ലാരും ചെയ്തോ? ആർക്കും ഡൗട്ട് ഉണ്ടോ? അത് ചെയ്തായിരിക്കണോ? ഏതാ? അല്ല അത് നമ്മുടെ നോർമൽ നമ്മുടെ മാത്സിലുള്ള പോലെ ആണ്. പിന്നെ ഏതാ? ഡിവിഷനും സെയിം. അത് ലെഫ്റ്റ് ചെയ്യുന്ന ഇങ്ങോട്ട്. പിന്നെ പ്ലസ് മൈനസ് സെയിം. പിന്നെ ഏറ്റവും ഡിസ്റ്റൻസ് കൂടുതൽ ബ്രാക്കറ്റിന്. അപ്പം അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് മനസ്സിലായോ? നമ്മൾ നോക്കുവാണെങ്കിൽ മാത്സിൽ ഇതിലും കൂടുതൽ ഓപ്പറേഷൻസ് ഉണ്ട് അല്ലേ? ഇന്റഗ്രേറ്റ് ചെയ്യാം, അതെല്ലാം ഇത് പറ്റും. പക്ഷെ അതിനൊക്കെ നമ്മൾ വേറെ കുറച്ച് പാക്കേജുകൾ എന്നൊക്കെ പറയാം, ചാനൽ യൂസ് ചെയ്യണം. അപ്പൊ തൽക്കാലം നമുക്ക് ബേസിക് കാര്യങ്ങൾ നോക്കിപ്പോ, എന്നിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് വരാം. അടുത്താണെന്ത്? കമ്പാരിസൺ ഓപ്പറേഷൻസ് എന്ന് നോക്കാം. നിപ്പത്തോ? പറ്റും. വാർ ഉപയോഗിച്ചില്ലെങ്കിലും വാർ തന്നെയാണ്. പക്ഷെ നമ്മളൊരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ വാർ കൊടുക്കും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വാറേ ഉപയോഗിക്കില്ല. ലെറ്റും കോൺസ്റ്റും വേറെ ഉണ്ട്, അതിന് വേറെ ഒരു പർപ്പസ് ഉണ്ട്. ലെറ്റ് ഉപയോഗിക്കുന്നതിന് കോൺസ്റ്റ്. അപ്പൊ അത് ഉപയോഗിച്ചില്ലെങ്കിൽ വാറായി പോകും. അവൻ ഇവിടെ എത്തിയായിരുന്നോ? തിരിച്ചു പോയി കാണാം. സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ ഒരുപാട് ലേറ്റ് ആയില്ല, 1 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ സിമ്പിളാ, അപ്പൊ പറഞ്ഞോ. ഓക്കെ, അടുത്താണ് കമ്പാരിസൺ ഓപ്പറേഷൻസ്. അപ്പം ഒന്ന് വായിച്ചു നോക്കിയേ. അതായത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ. ഓക്കെ ആണല്ലോ? അപ്പൊ കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് വാല്യൂസ് നമ്മൾ എങ്ങനെയായിരിക്കും കമ്പയർ ചെയ്യുക? എന്തിന്റെയൊക്കെ ബേസിലായിരിക്കും കമ്പയർ ചെയ്യുക? ഒന്നെങ്കിൽ ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്യും, ഇല്ലേ? അല്ലെങ്കിൽ ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്യും, അതായത് ഡിഫറെന്റ് ആണോ എന്ന് കമ്പയർ ചെയ്യും, ഇല്ലേ? ഇപ്പൊ രണ്ട് വാല്യൂസ് ഉണ്ട്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈക്വൽ ആണോ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ആണോ ചെക്ക് ചെയ്യാം. ഒന്ന് ഒന്നിനേക്കാൾ വലുതാണോ ചെക്ക് ചെയ്യാം, ഗ്രേറ്റർ ദാൻ. ഒരു വാല്യൂ നമ്പറിന്റെ കേസിലാണ് പറഞ്ഞത്, നമ്പറിന്റെ കേസിൽ ഒരു വാല്യൂ മറ്റേ വാല്യൂനേക്കാൾ ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യാം, ഇല്ലേ? ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് ഈ കമ്പാരിസൺ ഓപ്പറേറ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു AC ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെമ്പറേച്ചർ ഇതിൽ കുറവാണെങ്കിൽ ഇന്ന സ്പീഡ്, ഇല്ല അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഇത് ഉപയോഗിക്കാം. ഇത് എല്ലായിടത്തും അപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ടെസ്റ്റില നമ്മൾ തന്നെ കോഡ് ചെയ്യുന്നു, അതിനുള്ള പൈത്തണിലാണ് ചെയ്തത്, പിന്നെ അത് മാതിരി C ആക്കി ജാവാസ്ക്രിപ്റ്റിലും ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പൈത്തണിലാണ് കൂടുതൽ വരുന്നത്. അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഈ പൈത്തണിനെ ബേസ് ചെയ്തിട്ടാണ്, പൈത്തൺ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് പഠിക്കാൻ, ഇംഗ്ലീഷ് ഇരുന്ന പോലെ പഠിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടുള്ള ഇതെന്ന് വെച്ചാൽ ഈ ഒന്നാമത് ആണ് അവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കോഡിംഗ് ലാംഗ്വേജോട് ഭയങ്കര കോംപ്ലക്സ് ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് അവർ പൈത്തൺ ഓപ്റ്റ് ചെയ്തു, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ പൈത്തൺ ഓപ്റ്റ് ചെയ്തപ്പം തുടക്കം തൊട്ടേ പൈത്തൺ ഓപ്റ്റ് ചെയ്ത് വന്നത്. അപ്പൊ ഈ പൈത്തണിന് ചുറ്റും ഒരുപാട് സപ്പോർട്ടുകൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങി, മനസ്സിലായി? അതുകൊണ്ടാണ് പൈത്തൺ കുറച്ച് കയറി വന്നത് എയുടെ. അല്ലാതെ കേപ്പബിലിറ്റി വെച്ചിട്ട് ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ് മെയിൻ. പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വെച്ച് ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, അപ്പൊ നമുക്ക് ഇപ്പൊ ടെസ്റ്റ് എന്ന് പറഞ്ഞ കാർ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഇല്ലേ? ഇപ്പൊ കുറെ സെൻസർ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു സെൻസർ നോക്കുന്നത് ചിലപ്പോൾ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും,
അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അത് കമ്പയർ ചെയ്യണം. അപ്പൊ നമ്മുടെ ഡിസ്റ്റൻസ് ഗ്രേറ്റർ ആണോ ലെസ് ആണോ ഒക്കെ ഇല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കേണ്ടി വരും. അതായത് എല്ലായിടത്തും ഇതിനൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ട്, കമ്പാരിസൺ ഓപ്പറേറ്റർ ആയാലും ഒക്കെ ഏത് പ്രോഗ്രാമിലും ഒക്കെ ആണല്ലോ. അപ്പം ഇതിനു വേണ്ടി രണ്ട് വാല്യൂസ് കമ്പയർ ചെയ്യാം. ഇനി ഏതൊക്കെ കമ്പാരിസൺ ഓപ്പറേറ്റർ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്താണെന്ത് ഇക്വാലിറ്റി. ഓക്കെ, അതിന്റെ സിമ്പിൾ നോക്കിയേ, ഡബിൾ ഈക്വൽ ടു. സിംഗിൾ ഈക്വൽ ടു എന്താ, അസൈൻമെന്റ് ഡബിൾ. സിംഗിൾ ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു ഡിഫറന്റ് ആണ്. ഓക്കെ ആണല്ലോ. സിംഗിൾ ഈക്വൽ ടു എന്തിനു വേണ്ടി അസൈൻ ചെയ്യാൻ, അതായത് അതിന്റെ റൈറ്റിലുള്ള വാല്യൂ ലെഫ്റ്റിലുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ അതിന്റെ പർപ്പസ്. ഓക്കെ ആണല്ലോ. ഡബിൾ ഈക്വൽ ടു ആണ് ലെഫ്റ്റിലുള്ള വാല്യൂവും റൈറ്റിലുള്ള വാല്യൂവും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മളിപ്പോൾ 3+4 എന്നൊരു ഓപ്പറേഷൻ എഴുതി. എന്താണ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് എന്താ, 7 അല്ലേ. 3യും 4 പ്ലസ് ചെയ്യുന്നു, 7 കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഡബിൾ ഈക്വൽ ടു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ ലെഫ്റ്റിലുള്ള വാല്യൂ റൈറ്റിലുള്ള വാല്യൂ കമ്പയർ ചെയ്യും, ഈക്വൽ ആണോ. ഈക്വൽ ആണെങ്കിൽ റിസൾട്ട് ട്രൂ, അത് ബൂളിയനിൽ കിട്ടും. ഓക്കെ അല്ല, ഞാൻ പറയുന്നത് ബൂളിയൻ ആകെ 2 വരെ ഉള്ളൂ, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ബൂളിയൻ നോക്കാം. അതായത് 0-3 കമ്പാരിസൺ .js. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ ബൂളിയൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ പറയാം. ഓക്കെ, നമ്മൾ സാറിന് വാർ a ഈക്വൽ ടു ഒരു നമ്പർ സ്റ്റോർ ചെയ്യാമല്ലോ, നമ്പർ ഇട്ടാൽ മതി. ഇനി നമുക്കൊരു ബൂളിയൻ വാല്യൂ, ബൂളിയൻ എന്ന് പറഞ്ഞാൽ ബൂളിയൻ ആകെ 2 വാല്യൂ ഉള്ളൂ, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഈ ബൂളിയൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞ എസ് ഓർ നോ, എസ് ആണോ നോ ആണോ എന്നൊക്കെ നമ്മൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി. ഇപ്പം ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഡിസിഷൻ, ഇഫ് റെയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അതിനാണ് സംഭവം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ട്രൂ എന്ന് പറയുമ്പോഴേ ഇതാണ് ട്രൂ എഴുതുന്ന രീതി, കോഡ്സ് ഇല്ല കണ്ടോ, വെറുതെ ട്രൂ. ഓക്കെ, നോക്കിയേ, ഇതൊരു കീവേഡും ആണ്. അപ്പൊ നമുക്ക് ട്രൂ എന്ന് പറയുന്നത് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. അപ്പം ട്രൂ എന്ന് കൊടുത്തു, എല്ലാം സ്മോൾ ലെറ്റർ ആണ്. ഓക്കെ, ഇതാണ് ട്രൂ. ഓക്കെ ആണല്ലോ. ഫോൾസ് അപ്പൊ എങ്ങനെ ആയിരിക്കും, ഇത് വാല്യൂ ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും അസൈൻ ചെയ്യാം, ഏത് വേരിയബിളിലേക്ക് വേണമെങ്കിലും അസൈൻ. ഇങ്ങനെ ഇരിക്കും ഫോൾസ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അത് ഓർമ്മിക്കട്ടെ. അപ്പൊ ഇത് നോക്കിയാൽ മതി നിങ്ങൾ ലിസ്റ്റ്. ഇന്ന് നോക്കിയോ, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ ആണല്ലോ. ഞാൻ ഇവിടെ ഉണ്ട് console.log 5 ഈക്വൽ ടു 5. ഇത് ഒന്ന് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് കമ്പാരിസൺ ഓപ്പറേറ്റർ, പേര് ഇക്വാലിറ്റി ഓപ്പറേറ്റർ. ഡബിൾ ഈക്വൽ ടു എന്നാണ് പറയാറുണ്ട്. ഓക്കെ ആണല്ലോ. എന്തായിരിക്കും ഔട്ട്പുട്ട്, ട്രൂ നോക്കാം. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ 2 വേരിയബിൾ കമ്പയർ ചെയ്യാം. എന്ത് ചെയ്താൽ മതി, var equal to 30 var b equal to 45. നമ്മൾ എന്ത് ചെയ്യുന്നു, var വേണമെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാം, വേറെ വേരിയബിൾ സ്റ്റോർ ചെയ്യാം. അതൊക്കെ മനസ്സിലായല്ലോ ഇല്ലേ. വേണമെങ്കിൽ വേരിയബിൾ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. ഈക്വൽ ടു b ആണ്, റൺ ചെയ്യാം. എന്തായാലും കിട്ടുക. ഓക്കെ ആണല്ലോ. ഇതാണ് അപ്പം എന്ത് കമ്പാരിസൺ ഓപ്പറേഷനിലെ ഫസ്റ്റ് ഓപ്പറേറ്റർ, എന്ത് ഇക്വാലിറ്റി ഓപ്പറേറ്റർ. 2 വാല്യൂസ് എന്ത് ചെയ്യാൻ, ഈക്വൽ ആണോ ചെക്ക് ചെയ്യാൻ. ഇത് മനസ്സിലായോ? ഓക്കെ, അപ്പം ഇത് രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ട്രൂ കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്താണെന്ത് ഇൻഇക്വാലിറ്റി. ഓക്കെ, അതോ നോട്ട് ഈക്വൽ ടു. അപ്പം നോക്കിക്കോ, അടുത്ത എഴുതുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യമേ ഒരു നോട്ട് ഇടുക, മീൻസ് നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്ക്, പിന്നെ ഒരു ഈക്വൽ ടു. ഇതാണ് എൻ്റെ സിൻടാക്സ്. ഓക്കെ, അപ്പം എന്തായിരിക്കും ഔട്ട്പുട്ട്, ട്രൂ ആണോ നോക്കിയേ. നമ്മൾ ചെക്ക് ചെയ്യുന്ന എയും ബിയും ഡിഫറന്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുക. നോട്ട് ഈക്വൽ ടു എ, നോട്ട് ഈക്വൽ ടു ബി അല്ലേ. 30 നോട്ട് ഈക്വൽ ടു 30 ആണോ, അപ്പൊ എന്തായിരിക്കും, ഫോൾസ്. മനസ്സിലായത്, എല്ലാവർക്കും മനസ്സിലായോ? അതായത് എയും ബിയും ഡിഫറന്റ് ആണോ എന്നാണ് ഈ നോട്ട് ഈക്വൽ ടു ചെക്ക് ചെയ്യുന്നത്. ഡിഫറന്റ് ആണെങ്കിൽ ട്രൂ വരും, സെയിം ആണെങ്കിൽ ഫോൾസ് വരും. നോട്ട് ഈക്വൽ ടു ബി. മനസ്സിലായോ? മനസ്സിലായത്?
അങ്ങനെ സംഭവം. അപ്പൊ നമുക്ക് റൺ ചെയ്യാം. മനസ്സിലായത്? ഓക്കെ, ഇതാണ് സംഭവം. അപ്പൊ അത് നോട്ട് ഈക്വൽ. അപ്പൊ ഇത് ഡിഫറെന്റ് ആണെങ്കിലോ? ഇനി അടുത്തെന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ. ഓക്കെ, അപ്പൊ അതിന്റെ സിമ്പിൾ ഇത് നമ്മൾ ഈ ആരോ ഇടുമ്പോൾ ആ തുറന്നിരിക്കുന്നതാണ് ഗ്രേറ്റർ. എന്നാണ് ചെക്ക് ചെയ്യുക. അപ്പം എ ഗ്രേറ്റർ ദാൻ ബി ആണോ ചെക്ക് ചെയ്യുന്നത്? ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ. കാര്യം എന്താ? എ 31 ബി എന്താ 30 ആണ്. ഞാനിത് 15 ആക്കുന്നു. ഇപ്പോഴോ എ ഗ്രേറ്റർ ദാൻ ബി അല്ലേ, എ ലെസ് ദാൻ ബി ആണ്. അപ്പൊ എന്ത് ചെയ്തു? കിട്ടി. ഇത് മനസ്സിലായപ്പം ഇതാണ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. അപ്പം ആ എയുടെ ഭാഗത്തേക്ക് തുറന്നിരിക്കുന്നതാണ് ഗ്രേറ്റർ അല്ലേ. ഇനി അടുത്തുണ്ട് എന്താ? എ ലെസ് ദാൻ ബി ഒക്കെ ആണല്ലോ. പി കേസിലോ ട്രൂ. കാര്യം എ എന്താണ് 15 ആണ്, ലെസ് ദാൻ ബി ആണ് അല്ലേ. അപ്പൊ ഇതൊരു 45 ആണെങ്കിലോ ഫോൾസ്. അത് മനസ്സിലായോ? എ ലെസ് ദാൻ ബി. ഇനിയുണ്ട് എന്താ? ചില കേസുകളിലൊക്കെ അതന്നെ. ഇപ്പം ഗ്രേറ്ററിന്റെ കേസിലാണെങ്കിൽ ഒരു വാല്യൂ ഇപ്പം ഓക്കെ ഇത് രണ്ടും സെയിം ആണെന്ന് വെച്ചോ. ഞാൻ കൊടുക്കുന്നു എ ഗ്രേറ്റർ ദാൻ ബി. എന്തായിരിക്കും ഔട്ട്പുട്ട്? അതോ ട്രൂ ആണോ? കാര്യം എന്താ? തട്ടിയ ഇന്നലെ തട്ടിയതാ. അപ്പൊ നമുക്ക് വണ്ടി ബൈക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ തിരിഞ്ഞു ഇങ്ങനെ. അപ്പൊ എന്താ ഔട്ട്പുട്ട്? കാര്യം എന്താ? ഒരിക്കലും 30 വലുതല്ല. ചെറുതാണോ? ഈക്വൽ ആണ് അല്ലേ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? ഫോൾസ്. അപ്പൊ നമുക്ക് ചില കേസുകളിലൊക്കെ ഒന്നെങ്കിൽ 30 ആണോ അല്ലെങ്കിൽ 30 വലുതാണോ ഇങ്ങനെ ചെയ്യേണ്ടി വരാം ഇല്ലേ. ഒന്നെങ്കിൽ 30 ആണോ അല്ലെങ്കിൽ 30 വലുതാണോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ സിമ്പിൾ ഇടും. അതെങ്ങനെയാന്ന് വെച്ചാല് ഗ്രേറ്റർ ദാൻ ഇടുക, പിന്നെ ഒരു ഈക്വൽ ടു ഇടുക. ഇത് ചെക്ക് ചെയ്യുന്നത് എന്താ? എ ഒന്നെങ്കിൽ 30 ഈക്വൽ ആണോ അല്ലെങ്കിൽ 30 വലുതാണോ. എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. എന്തായിരിക്കും ഔട്ട്പുട്ട്? ട്രൂ. എന്തായിരിക്കും ഔട്ട്പുട്ട്? ഫോൾസ് ആണോ അല്ലേ? 35 മനസ്സിലായോ? അപ്പൊ ഇതുപോലെ എന്തുണ്ട്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പൊ ഇത് റൺ ചെയ്യുമ്പോഴോ ആണല്ലോ. ഇത്രയാണ് എന്ത്? കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇനി ഒരു സാധനം ഉണ്ട് സ്ട്രിക്ട്ലി ഈക്വൽ ടു. അത് പഠിക്കണമെങ്കിൽ സ്ട്രിംഗ് കൂടെ പഠിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ അത് നമുക്ക് സ്ട്രിംഗ് കൂടെ പഠിച്ചിട്ട് നോക്കാം. മനസ്സിലായോ? ഓക്കെ, ഇതാണ് സംഭവം. ട്രൈ നോക്കിയേ. വിഷയം മനസ്സിലായോ? അതായത് നമ്മൾ അടുത്ത ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. അടുത്താണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അരിത്മെറ്റിക് ഓപ്പറേഷൻ ഓർമ്മയില്ല ഇന്നലെ പഠിച്ചേ. അത് കഴിഞ്ഞിട്ട് അടുത്താണ് കമ്പാരിസൺ ഓപ്പറേഷൻ. അപ്പൊ എന്താ വെച്ചാൽ രണ്ട് വാല്യൂസ് കമ്പയർ ചെയ്യാൻ നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെ. അതായത് ഇപ്പൊ രണ്ട് വാല്യൂ കമ്പയർ ചെയ്യണം. ഓക്കെ, ഈ കേസിൽ നോക്കിയേ. ഇപ്പൊ നമുക്ക് ഈ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ബൂളിയനിലായിരിക്കും. ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഇവിടെ കാണുന്ന പോലെ. അപ്പൊ ബൂളിയൻ ട്രൂ എഴുതുന്നത് എങ്ങനെയാ വെച്ചാൽ കോഡ്സ് ഒന്നും വേണ്ട, എല്ലാം സ്മോൾ ലെറ്റർ ട്രൂ. ബൂളിയൻ ഫോൾസ് എല്ലാം സ്മോൾ ലെറ്റർ ഫോൾസ്. ഓക്കെ ആണല്ലോ. പിന്നെ സംഭവം എന്താ വെച്ചാല് ഇപ്പൊ നോക്കിയേ ഫസ്റ്റ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് എയും ബിയും രണ്ട് വേരിയബിൾസ് ഉണ്ട്. എയിലുള്ള വാല്യൂ ബിയിലുള്ള വാല്യൂ ഈക്വൽ ആണോ ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? എ ഈക്വൽ ടു സിംഗിൾ ഈക്വൽ ടു ആണെങ്കിൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയി പോകും ഇല്ലേ. അപ്പൊ എന്ത് ചെയ്യും? എ ഈക്വൽ ടു ബി എന്ന് കൊടുത്താൽ എയും ബിയും ഈക്വൽ ആണെങ്കിൽ ട്രൂ കിട്ടും. ഓക്കെ, അത് നോക്കോ. ഓക്കെ ഓക്കെ, ഇത് രണ്ടും എന്ത് കിട്ടും? ഇത് ആണോ? ഇപ്പൊ എന്ത് കിട്ടുമായിരിക്കും? ഫോൾസ്. കണ്ടോ? ഓക്കെ, അപ്പം ഇപ്പോഴോ
ഇതാണ് സംഭവം. അപ്പം അതാണ് ഇക്വാലിറ്റി ഓപ്പറേറ്റർ എന്ന് പറയും. അടുത്താണ് ഇൻഇക്വാലിറ്റി, അതായത് രണ്ടും ഡിഫറെന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ ഈ കേസ് എന്തെങ്കിലും കിട്ടുക ഔട്ട്പുട്ട് നോക്കിയേ, എ നോട്ട് ഈക്വൽ ടു ബി, അതായത് എയും ബിയും ഡിഫറെന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. എയും ബിയും ഡിഫറെന്റ് ആണെങ്കിൽ ട്രൂ തരും, ഇല്ലെങ്കിൽ ഫോൾസ് തരും. ഇപ്പൊ ഡിഫറെന്റ് ആണോ നോക്കിയേ, സെയിം ആണ്. അപ്പൊ എന്തെങ്കിലും കിട്ടുക ഫോൾസ്. കണ്ടോ? ഓക്കെ, ഇനി ഇത് രണ്ടും ഡിഫറെന്റ് ആണെങ്കിലോ? ഇനി അടുത്തുണ്ട് എന്താ അത്? അടുത്തത് ലെസ് ആണോ നോക്കിയേ, ഗ്രേറ്റർ ദാൻ. ഓക്കെ, അപ്പൊ എ എന്ത് ബിയേക്കാളിൽ വലുതാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. തുറന്നിരിക്കുന്ന ഭാഗം കൂടല്ലേ, അപ്പൊ അതാണ് ചെക്ക് ചെയ്യുക. അങ്ങനെ ഓർത്താൽ മതി. അപ്പം എ ഗ്രേറ്റർ ദാൻ ബി ഒക്കെ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ആണോ? ബി ചെറുതാണ്. അപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട്? ട്രൂ അല്ലേ? നമുക്ക് എ ഒന്ന് ചെറുതാക്കാം. ഇപ്പോഴോ ഫോൾസ് ആവും. ഫോൾസ് ആയി. ഓക്കെ, അതുപോലെ തിരിച്ചുണ്ട് ലെസ് ദാൻ. എന്തായിരിക്കും ഔട്ട്പുട്ട്? ഓക്കെ, ഇനി അടുത്തൊന്നുണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ ചില കേസിലൊക്കെ ഇപ്പൊ നോക്കിയേ, ഈ കേസിൽ ഇപ്പൊ ഞാൻ ഗ്രേറ്റർ ദാൻ കൊടുത്തു, എന്തായിരിക്കും ഔട്ട്പുട്ട്? ട്രൂ ആണോ? ആണോ നോക്കിയേ, എന്ത് ചെക്ക് ചെയ്യുന്നേ? കാര്യം എന്താ? സെയിം ആണ്, അത് തന്നെ അല്ലേ? അപ്പൊ നമുക്ക് ചില കേസിലൊക്കെ ഇത് റൺ ചെയ്യുമ്പോൾ ഫോൾസ് ആണ് കിട്ടുക. കാര്യം എ ഒരിക്കലും ബിനേക്കാൾ വലുതല്ല, ചെറുതുമല്ല, ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ഗ്രേറ്റർ ആണോ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോൾസ് കിട്ടും. ചില കേസിലൊക്കെ നമുക്കിപ്പം 30 അതിനേക്കാൾ മുകളിലോട്ടും എന്നൊക്കെ ചെക്ക് ചെയ്യണം. എ 30 ആണോ അല്ലെങ്കിൽ 30 വലുതാണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ എ ബിയോട് ഈക്വൽ ആണോ അതോ എ ബിയേക്കാൾ വലുതാണോ ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ടി വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് ഇത്. ഈ കേസിൽ എയും ബിയും ഈക്വൽ ആണെങ്കിലും ട്രൂ ആയിരിക്കും, എ വലുതാണെങ്കിലും ട്രൂ ആയിരിക്കും. നോക്കാം, ട്രൂ കിട്ടി. കണ്ടോ? എ വലുതാണെങ്കിലും എന്തായിരിക്കും? എ ചെറുതാണെങ്കിലോ ഫോൾസോ. ഇനി അതുപോലെ എന്തുണ്ട്? ലെസ് ദാൻ ബി ഉണ്ട്. ഒരു സെക്കൻഡ്, അതും അങ്ങനെ തിരിച്ച്. അങ്ങനെ എപ്പോ വരുന്നില്ല തിങ്കളാഴ്ച അല്ല മുതലാവുന്നില്ല പരിപാടി പെട്ടെന്ന് തിരിച്ചോ? ഇന്നൊരു മണിക്കൂറല്ലേ ഞാൻ പറയുന്നത്. അടുത്ത ശനിയാഴ്ച നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. അത് കുഴപ്പമില്ല. ആർക്കും ശനിയാഴ്ച വെക്കുന്നതില്
എന്നുവെച്ചാൽ ഈ ശനിയാഴ്ച അല്ല, അടുത്ത ശനിയാഴ്ച നമുക്ക് 10 to 12. അതോ 8 to 10 വെക്കണോ? 10 to 12. എന്തോ നീ എല്ലാ ദിവസവും വരുന്നേ? അപ്പം 10 to 12 ഓക്കെ ആണോ? അതോ 12 to 2 വെക്കണോ? നീ എവിടുന്ന വരുന്നേ? എവിടാ? ഓ, അത് നൈറ്റ് ആണോ? അപ്പൊ പിന്നെ 12 to 2 ആക്കാം. എനിക്ക് ഏതായാലും മതി. ഇന്നോ 1 മണിയാകുമ്പോ ഇട്ടാ മതി. അതോ 12:50? നീ സാറിന് എപ്പോഴാ വന്നേ? 1 മണി ക്ലാസ് തീരും. പിന്നെ മനസ്സിലായല്ലോ നിങ്ങക്ക്? പിന്നെ അടുത്ത കുറച്ച് നേരം നോക്കാം. ഓക്കെ, നമുക്ക് ഇതിനകത്തെ നമ്മൾ പറഞ്ഞില്ലേ കുറെ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ വാല്യൂസ് കുറെ ഉണ്ട്. ഈ നമ്പർ അല്ലാത്ത കുറച്ച് വാല്യൂസ് ഉണ്ട്. ഓക്കെ ആണല്ലോ, നമ്പറുമായിട്ട് ബന്ധപ്പെട്ട എന്നാൽ നമ്പർ അല്ലാത്ത വാല്യൂസ്. ഓക്കെ ആണല്ലോ, അതിലൊന്നാണെന്ത്? ഇപ്പൊ നോക്കിയേ, ഞാൻ മീൻസ് നോട്ട് എ നമ്പർ, നമ്പർ അല്ല എന്ന് കാണിക്കാൻ ഒരു വാല്യൂ. ഇതൊരു വാല്യൂ ആ, നോട്ട് എ നമ്പർ. ഓക്കെ, ഇതൊക്കെ നമുക്ക് എപ്പോഴാണ് കിട്ടും? ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നതിന് ഇടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ നോട്ട് എ നമ്പറിന് വാല്യൂ കിട്ടാം. നോക്കിയേ, എ ഓക്കെ b equal to 10 console.log a plus b. എന്തായിരിക്കും ഔട്ട്പുട്ട്? എയിലെന്താ ഉള്ളത്? 0 ആണോ? അൺഡിഫൈൻഡ്. 0 അല്ല, അൺഡിഫൈൻഡ് ആണ് എയിലുള്ളത്. ബിയിലോ? അപ്പം അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ നമ്പർ ആണോ? അല്ല. അപ്പൊ നമ്പർ ഇല്ലാത്തൊരു വാല്യൂ പ്ലസ് നമ്പർ. ഓക്കെ, നമുക്ക് നോക്കാം എന്തായിട്ടാണ്. ഓ, ഇവിടെ വേറെ ഉണ്ട്. ഓക്കെ, നോട്ട് എ നമ്പർ. മനസ്സിലായോ? അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിലപ്പം പ്രോഗ്രാം ചെയ്യുന്നതിനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ നോട്ട് നമ്പറിന് കിട്ടും. അതിനനുസരിച്ച് എറർ അടിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത്. സാറിന് ഇപ്പോൾ വേറെ ലാംഗ്വേജ് ആണെങ്കിൽ എറർ, വെറുതെ എറർ അടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് അവർ അതിന് റിസൾട്ട് ആയിട്ട് ഇങ്ങനെ തരുന്നു. കാര്യം എറർ അടിക്കുന്ന വെച്ചാൽ വലിയൊരു കാര്യം. കാര്യം നമ്മൾ ഇനി അങ്ങോട്ടൊക്കെ ചെയ്യുമ്പോഴേ, ഇപ്പൊ നമ്മൾ പ്രോഗ്രാം ചെയ്ത് എങ്ങനെയാ നമ്മൾ റൺ ചെയ്യുന്നു ഇല്ലേ, കോഡൊക്കെ ചെയ്ത് വന്നിട്ട് അവസാനം എക്സിറ്റ് ചെയ്യുന്നു. നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ സർവർ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളോട് എക്സിറ്റ് ചെയ്യാത്ത പ്രോഗ്രാംസ് ആണ്, അതുകൊണ്ടാണ് വർക്ക് ചെയ്യുക. എക്സിറ്റ് ചെയ്യത്തില്ല, ഇങ്ങനെ റൺ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ കേസിൽ എവിടെയെങ്കിലും ഒരു എറർ അടിച്ച് ഇത് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സർവർ ഫുള്ള് ഡൗൺ ആവും. പിന്നെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം ഇല്ല. അപ്പൊ അതാണ് ചില സമയത്തൊക്കെ ഈ ഫേസ്ബുക്ക് ഡൗൺ ആയി കിടക്കത്തില്ലേ. അപ്പൊ എന്തെങ്കിലും എറർ അടിക്കുന്ന ആവാം, ചിലപ്പോൾ അവർ വേറെ മെയിൻ്റനൻസിന് വേണ്ടി ചെയ്യുന്നതാവാം, പല കാര്യമുണ്ട്. അപ്പം അങ്ങനെ ആവരുത് നമുക്ക്. അപ്പം അതിനുവേണ്ടി ജാസ്മിനകത്ത് കുറെ ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ നോട്ട് നമ്പർ കാണിക്കും. ഓക്കെ ആണല്ലോ. ഇനി വേറെ ഉണ്ട്, അതായത് ഇപ്പം a equal to 10 എന്ന് കൊടുത്തു, b equal to 0, b/a എന്തായിരിക്കും കിട്ടുക? സാധാരണ എന്താ കിട്ടുക? 0 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, സോറി 0 വെച്ച് ഡിവൈഡ് അല്ലേ, a/b. നോക്കാം നോക്കി, ഇൻഫിനിറ്റി. ഇതും ഇപ്പൊ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി റെപ്രസെന്റ് ഉള്ള ഒരു വാക്കാം. അങ്ങനെ ഒരു സാധനമുണ്ട് ഇൻഫിനിറ്റി. നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ ഇൻഫിനിറ്റി എന്ന് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇൻഫിനിറ്റി എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ ഇൻഫിനിറ്റി നമ്പർ ആയിട്ട് എടുക്കും അതിനെ. ഇൻഫിനിറ്റി ഉണ്ട്. ഇൻഫിനിറ്റി മീൻസ് ഒരു നമ്പറിന് ഇൻഫിനിറ്റ് നമ്പർ എന്നുള്ള രീതി വരാം. മാക്സിൽ ഇൻഫിനിറ്റിയിലെ സെയിം സാധനം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നോട്ട് എ നമ്പർ ഉണ്ട്. ഇത് ഓർത്തിരുന്നാൽ മതി. എന്തോ a by ഇൻഫിനിറ്റി? a എന്ന് പറഞ്ഞാൽ എന്താ? 10 by ഇൻഫിനിറ്റി എന്തായിരിക്കും? ആണോ? അപ്പം ആയിരിക്കും. അതെനിക്ക് അറിഞ്ഞൂടാ. ചെയ്യാൻ പറ്റും, നോക്കാം എന്തായിരിക്കും അതിന്റെ പെട്ടെന്ന്. അടുത്ത നോക്കാം. അടുത്താണ് ഇഫ് കണ്ടീഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് ഇഫ് കണ്ടീഷൻ? പഠിച്ചത് പറഞ്ഞേ. അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ പ്രോഗ്രാംസ് എല്ലാം ഡിസിഷന്റെ ബേസിലായിരിക്കും വർക്ക് ചെയ്യുക.
ഇല്ലേ? ഇപ്പൊ ഒരു പ്രോഗ്രാം നമ്മൾ കൊടുക്കും, അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഇൻപുട്ടിനനുസരിച്ചോ ഇല്ലേ ഇപ്പൊ ഒരു എന്താ ഒരു എ നോക്കുവാണല്ലേ, എ ഫുള്ള് ഇഫ ഇല്ലേ? നമ്മൾ പറയുന്നുണ്ട് ഇപ്പം എ നമ്മൾ പറയുന്നു. ശരിക്കും എ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ എന്താ? സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരാൾ. തീരുമാനം കഴിവുള്ള ഒരാൾ, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള ഒരാൾ. പക്ഷെ അങ്ങനെ ഒരു എ ഇതുവരെ ഇല്ല. ഇപ്പോൾ ഉള്ള എസ് എല്ലാം കുറെ പ്രോഗ്രാംസ് ഉണ്ട്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ സെറ്റ് കൊടുക്കും ഒക്കെയാണല്ലോ. അപ്പൊ ഈ ഡാറ്റാസ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ ഡാറ്റ ഇതാണെങ്കിൽ ഇത് അതെന്ന് വെച്ചാൽ അത് പഠിക്കും. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് കുറേ സാധനമുണ്ട്. ഇപ്പോഴും ആക്ച്വലി ശരിക്കും ഒരു അത് സ്വന്തം മൈൻഡാണ്, നമ്മുടെ തൊട്ട് ഒരു മനസ്സുള്ള ഒരു ഇല്ല, ഒരു ഇന്റലിജൻസ് ഉള്ള ഒരു ഇല്ല. ഇപ്പോഴും ഉള്ളതെന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ്റെ ഒക്കെ ബേസ് തന്നെയാണ് വർക്ക്. അത് ലേൺ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരാള് ഒരു കൊച്ചു ലേൺ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അവിടെയും കുറെ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള ഒരു വരുന്ന സമയത്ത് നമ്മളെയൊക്കെ കൊല്ലും എന്നാണ് പറയുന്നത്. കേട്ടില്ലേ? മറ്റേ സ്റ്റീഫൻ ഹോക്കിങ്സ് ഇല്ലേ, പുള്ളി മരിക്കുന്നതിന് പറഞ്ഞ കാര്യം ഏറ്റവും കൂടുതൽ മനുഷ്യർ പഠിക്കേണ്ടത് ആണ്. കാര്യം അത് വേറെ കാര്യം എന്ന് വെച്ചാലേ, ഇപ്പൊ നമ്മളിപ്പം പറയുന്നത് ഇപ്പൊ സയൻസിന്റെ ഇതായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഏതെങ്കിലും ഒക്കെ ഒരു യൂണിവേഴ്സിറ്റി എവിടെങ്കിലും ഒക്കെ ഒരു എന്താ ഒരു ഇന്റലിജന്റ് സ്പീഷീസ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ടാവും. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടോ അതിനകത്തൊക്കെ? അതായത് അത് എന്താ റോബോട്ട്സ് അല്ലേ? അപ്പൊ അത് ഏതോ ഒരു സിവിലൈസേഷനിലുള്ള ഏതോ ഒരു ലിവിങ് ഫോം, അത് ബയോ ലിവിങ് ഫോം നമ്മുടെ കൂട്ട് ഏതോ ഒരു ആൾക്കാർ ഉണ്ടാക്കിയതാണ് അവരെ. എന്നിട്ട് പിന്നെ അവരത് നശിപ്പിച്ചിട്ട് അവർ പോയതാ എന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ മനുഷ്യരൊക്കെ എക്സ്റ്റെൻഡ് ആയി പോയിട്ട് എഐസ് ആയിരിക്കും മൊത്തം ഉണ്ടാവുക. അപ്പൊ അങ്ങനെ സംഭവം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ഒരു ന്യൂസ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, എന്നിട്ട് എലോൺ മസ്ക് ഇല്ലേ, പുള്ളി അതിന് ആന്റി എഐസ് ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഗൂഗിളും അതുപോലെ തന്നെ ഫേസ്ബുക്കും സീക്രട്ട് ആയിട്ട് എഐ ബിൽഡ് ചെയ്യുന്ന ഒരു മിഷനില്ല. അതുണ്ട്. അത് വെച്ചാല് ഇനി ആരും പഠിക്കണമെന്ന് പറഞ്ഞു വെച്ചാല് കുറെ നാൾ ഇനി ഇപ്പോഴേ ഇല്ല, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും എഐസ് വന്നിട്ട് പിന്നെ എഐസ് കൂടി. അത് കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എടുക്കുക. നിങ്ങൾ എഐ കൂടെ പഠിക്കുക. പിന്നെ ഇനി ഫ്യൂച്ചർ ഡാറ്റ അനലിസ്റ്റ് എഐയിലോട്ടൊക്കെ പോവാം. അത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് നമ്മളിപ്പോ ഒരു ഡാറ്റ അനലിസ്റ്റോ എഐ ആവുന്നതിനൊക്കെ ബെറ്റർ ഇവിടുന്ന് പോകണം. നമുക്ക് അതായത് ഇപ്പൊ ആദ്യം നമുക്ക് എല്ലാം അറിയണമല്ലോ, ഒരു ബേസ് തുടങ്ങണമല്ലോ. എന്തായാലും ഒരു 10 വർഷത്തേക്ക് നോക്കണ്ട, അത് കഴിഞ്ഞാലും കാണും. കാര്യം വെച്ചാൽ എത്ര ഇത് വലുതെന്ന് പറഞ്ഞാലും ഒരു ആള് വേണം. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ആള് വേണം. പിന്നൊരു കാര്യം അതും ബേസിക് ആയി അതല്ലേ. എന്നാലും അത് തന്നെ. പക്ഷെ ഇപ്പൊ മറ്റേ പിക്സൽ എന്നൊക്കെ ഉള്ള മറ്റേ ഫോട്ടോയുടെ ഒക്കെ ഇല്ലേ, അതൊക്കെ അടിപൊളി സാധനം. പിന്നെ നിങ്ങൾ മറ്റേ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഡാലി ഉപയോഗിച്ചിട്ടുണ്ടോ? ഡാലി മറ്റേ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത് ഉണ്ടോ? അത് യൂസ് ചെയ്തിട്ടില്ലേ? ഡിസ്കോഡ് വഴി. നമ്മൾ കൊടുക്കുന്ന എന്താണോ ടെക്സ്റ്റ് പക്കായിട്ട് ചെയ്ത്. അത് മാത്രല്ല, ഇപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ ചില ഷോർട്സ് കാണുന്നുണ്ട്. പക്ഷെ ഒരു 2 വർഷം മുമ്പുള്ള വീഡിയോയും അത് ഫുൾ വീഡിയോ എ ജനറേറ്റ് ചെയ്യുന്ന വീഡിയോയും ഇപ്പോഴത്തെ 2 വർഷം മുമ്പുള്ള ഡിഫറൻസ് ഒക്കെ ഭയങ്കര ഡിഫറൻസ് ആണ്. മനസ്സിലാവത്തേ ഇല്ല. അതാ അത്രയും കുറെ നാളുമ്പോ ആക്ടേഴ്സ് എല്ലാം പോയിരിക്കും അല്ലേ. പിന്നെ ഏതോ ഒരു രാജ്യത്ത് കേസായി, അതായത് അവിടെ ഇത് ആക്ടേഴ്സിനല്ലാതെ എ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നത്. നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഏറ്റവും പ്രോഗ്രാമിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഇഫ് കണ്ടീഷൻ. ഇഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. നമ്മൾ ഏത് പ്രോഗ്രാം ചെയ്താലും അതിനകത്ത് മിക്കപ്പോഴും നമ്മൾ ഇത് ഉപയോഗിക്കും. അങ്ങനെയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ AC-യുടെ കേസ് അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് ഇനി വേറെ പറയാം. അതായത് നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ എന്ത് വെച്ചാൽ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉദ്ദേശം വെച്ചാൽ ഒരു പ്രോഗ്രാം എഴുതണം. രാത്രിയാണെങ്കിൽ ഇത് കത്തണം, രാവിലെ ഓഫ് ആവണം, അകത്തല്ല പുറത്ത്. ഒക്കെയാണല്ലോ. അപ്പൊ നമ്മൾ അതിനുവേണ്ടി പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ട എന്താ? നമുക്കൊരു സെൻസർ കാണും. ഒക്കെയാണല്ലോ. ആ സെൻസർ ഇല്ല മറ്റേ ലൈറ്റിന്റെ സെൻസർ ഉണ്ടല്ലോ, പണ്ട് നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ചെറിയ സെൻസർ. സൂര്യപ്രകാശം ഉണ്ടോ ഇല്ലോ സെൻസ് ചെയ്യുന്നത്, പേരേ മറന്നേ. സെൻസർ ഉണ്ട്. അപ്പൊ ആ സെൻസർ നമ്മൾ വെച്ചേക്കും. കാര്യം ഇതിന് നമ്മൾ രാത്രിയാണ് ടൈം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. ടൈം ഉപയോഗിച്ചാലും മതി. അപ്പം ഇപ്പം നെറ്റ് വേണം, അല്ലെങ്കിൽ നമുക്ക് സെൻസർ ഉപയോഗിക്കാം. അപ്പൊ സെൻസർ വെച്ച് ആലോചിക്കാം. അപ്പൊ സെൻസർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ സെൻസർ എന്ത് ചെയ്യും? ഇത് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഇപ്പം ഒരു തരും ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇത് പറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ, നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്
സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഓൺ ആയിരിക്കണം. അങ്ങനെ നമുക്ക് എഴുതാം. അപ്പം അവിടെ നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യുക എന്തിന്റെ ബേസിൽ, ഒരു ഡേറ്റയുടെ ബേസിൽ ഒക്കെയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ്. ഒക്കെയാണല്ലോ. ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം എസ് അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പഠിച്ചിട്ട് നമുക്ക് ചെയ്യണം. ഇപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാം വേറെ രീതി വരയ്ക്കണം, ഇല്ലെങ്കിൽ മറ്റൊരു രീതി വരയ്ക്കണം. അപ്പൊ അങ്ങനത്തെ കേസുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇഫ് ആയിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുക. ഒക്കെയാണല്ലോ. അപ്പൊ നമുക്ക് അതിന് സിന്റാക്സ് നോക്കാം. അപ്പൊ ഇഫ് എഴുതുന്ന വെച്ചാൽ അത് ഇഫ് എഴുതുക. ഒക്കെയാണല്ലോ. സിന്റാക്സ് വെച്ചാൽ എന്താ, എഴുതുന്ന രീതി. ഓക്കെ, അതെന്ത് ചെയ്യുക, ബ്രാക്കറ്റ് എടുക്കുക. ഓക്കെ, അപ്പം അത് ഇഫ് എന്ന് എഴുതുക, ഒരു ബ്രാക്കറ്റ് എടുക്കുക. ഈ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ നമ്മുടെ കണ്ടീഷൻ കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഞാൻ ചുമ്മാ കണ്ടീഷൻ കൊടുക്കുന്നു. ഇപ്പൊ എന്താ 3 > 2. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഞാൻ ബ്രാക്കറ്റ് എടുക്കുന്നു. ഇപ്പം ഈ ബ്രാക്കറ്റിന് വെച്ചാൽ എന്ത് ബ്രാക്കറ്റാ, കേളി ബ്രാക്കറ്റ്. അപ്പൊ നമ്മൾ ഇതിന് പറയുന്ന പേര് ബ്ലോക്ക് എന്നാ, ഇഫ് ബ്ലോക്ക് എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ബ്ലോക്കിനകത്തുള്ള കോഡ് വർക്ക് ആവും, ഇല്ലെങ്കിൽ വർക്ക് ആവത്തേ ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തും എഴുതാം, എത്ര ലൈൻ ഓഫ് കോഡ് വേണമെങ്കിലും എഴുതാം, 1000 10,000 എത്ര വേണമെങ്കിലും എഴുതാം. ഞാൻ ഇവിടെ ഉണ്ട് console.log എസ് എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ, എസ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ റൺ ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ആദ്യമേ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഓക്കെ, ഈ കണ്ടീഷന്റെ ഔട്ട്പുട്ട് അഥവാ റിസൾട്ട് ട്രൂ ആണെങ്കിൽ മാത്രം ഇത് വർക്കാവും, ഈ ബ്ലോക്കിനകത്ത് ഇറങ്ങുന്ന കോഡ് വർക്കാവും. ഇതിന്റെ ഔട്ട്പുട്ട് ഫോൾസ് ആണെങ്കിൽ ഈ ബ്ലോക്ക് വർക്കാവില്ല. ഓക്കെ ആണല്ലോ, ഇതാണ് സംഭവം. ഇനി അത് റൺ ചെയ്യാം. എന്തായിരിക്കും ഔട്ട്പുട്ട്? കാര്യം എന്താ, ഇത് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറുള്ളൂ. ട്രൂ ആണ്, അപ്പൊ എന്ത് ചെയ്യും, എസ് എന്ത് ചെയ്യും. ഓക്കെ ആണല്ലോ. ഞാൻ എന്ത് ചെയ്തു, കണ്ടീഷൻ മാറ്റി. ഇപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട്? ഒന്നും ഉണ്ടാവില്ല. കാര്യം എന്താ, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഫോൾസ് ആണ് ഇല്ലേ, അപ്പൊ എന്ത് ചെയ്യും, ഇത് കയറില്ല, പിന്നെ വേറെ ലൈനും ഇല്ല അല്ലേ. ഇപ്പൊ ഇവിടെ വേറെ ലൈൻ ഉണ്ടെങ്കിലോ, ചുമ്മാ ഓറഞ്ച് ഇനി ലൈൻ ഉണ്ട്, ഇപ്പൊ എന്താ സംഭവിക്കുക, ആണല്ലോ, ഓറഞ്ച് പ്രിന്റ് ആവും. ഓക്കെ, ഇതാണ് സംഭവം. ഇനിയുള്ളതെന്ന് വെച്ചാല് ശരിയാണെങ്കിൽ അതായത് വേറൊന്നല്ലേ, ഇപ്പൊ ലൈൻ ബൈ ലൈൻ ആണല്ലോ എക്സിക്യൂഷൻ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതിനകത്ത് കയറും, ഈ ബ്ലോക്കിനകത്ത് കയറും, എസ് പ്രിന്റ് ചെയ്യും. പിന്നെ ഇതിനകത്ത് വേറെ ലൈൻ ഒന്നും ഇല്ല, പുറത്തേക്ക് ഇറങ്ങും. പുറത്ത് വേറെ ലൈൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഓർമ്മ നോക്കാം, കണ്ടോ, എസ് വന്ന് പറഞ്ഞു വന്നു. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇഫിന്റെ കേസിൽ ഈ കണ്ടീഷനകത്തുള്ള വാല്യൂ ട്രൂ ആണെങ്കിൽ അത് വർക്കാവും, ഫോൾസ് ആണെങ്കിൽ വർക്ക് ആവില്ല. ഓക്കെ, ഞാൻ ഇവിടെ ട്രൂ എന്ന് കൊടുത്ത് എന്താ സംഭവിക്കുക, അവിടുത്തെ എന്താ സംഭവിക്കുക, കാര്യം എന്താ, എടാ നീ ഇപ്പൊ 3 ഇപ്പം 3 > 4 എന്ന് കൊടുത്താലും 2 എന്ന് കൊടുത്താലും 2 എന്ന് കൊടുത്താലും സെയിം അല്ല ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന ഇപ്പൊ ഇങ്ങനെ കൊടുത്താൽ ഇവിടെ വരുന്ന വാല്യൂ എന്താ, ഇത് സോൾവ് ചെയ്ത വാല്യൂ, ഇത് സോൾവ് ചെയ്ത വാല്യൂ എന്താ, ട്രൂ. അപ്പൊ നമ്മളിവിടെ ട്രൂ എന്ന് കൊടുത്താലും എന്ത് വരും, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തൊരു കേസ് പറയാം. ഞാൻ ഇവിടെ കൊടുക്കുന്നു 4. ഇപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട്? ഞാൻ ഒരു കണ്ടീഷൻ ഒന്നും കൊടുത്തില്ല, വെറുതെ 4 എന്ന് കൊടുത്തു. ഇല്ല, 4 എന്ന് കൊടുത്തു. നോക്കാം എറർ വരുമോ നോക്കാം, നോക്കോ എന്തായിട്ട് എടുത്തു, അതിനെ ട്രൂ ആയിട്ട് എടുത്തു. കണ്ടീഷൻ അല്ല, ട്രൂ ആയിട്ട് എടുത്തു. അതായത് നമ്പർ ഓക്കെ ട്രൂ ആയിട്ട് എടുത്തു. അപ്പൊ മനസ്സിലായല്ലോ, 4 കൊടുത്തപ്പോൾ ട്രൂ. അപ്പം എല്ലാ നമ്പറും ട്രൂ ആയിട്ട് എടുക്കും. ഞാൻ ഇവിടെ ഇഫില്ലാത്തോന്നല്ല അത് തന്നെ, ആ കണ്ടീഷൻ ട്രൂ ആവും. അപ്പം ഇതോ, ഈ കേസിലോ നെഗറ്റീവ് കൊടുത്ത അതും ട്രൂ തന്നെ. ഇല്ല, ഫോൾസ് കൊടുത്താലോ, അവിടെ ഫോൾസ് വന്ന അതായത് പറയാം, അത് വർക്കാവില്ല. അതായത് നമ്പറിനെ ട്രൂ വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, ഇഫ് കണ്ടീഷൻ മാത്രം. ഓക്കെ ആണല്ലോ, മാത്രമല്ല വേറെ ഉണ്ട്. നമ്പർ അതായത് ട്രൂവിനെ ട്രൂ തന്നെ കണ്ടീഷൻ കൊടുക്കുമ്പോൾ അതിന്റെ സോൾവ് തരുന്ന വാല്യൂ ട്രൂ ആണെങ്കിൽ ട്രൂ അല്ലേ, നമ്പറിനെ ട്രൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പക്ഷേ ഇത് മനസ്സിലായല്ലോ, എസ് എടുത്തപ്പോൾ ഫോൾസ് എടുത്തപ്പോൾ വന്നില്ല, 0യെ
ഫോൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. 0 അല്ലാത്ത ബാക്കി ഏത് നമ്പറിനെയും 1 ട്രൂ 2 ട്രൂ, പക്ഷെ 0 മാത്രം ഫോൾസ്. 0യെ ഫോൾസ് ഈ വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. ഓക്കെ ആണല്ലോ? അങ്ങനെ നീ ചിന്തിക്കണ്ട, അങ്ങനെ കമ്പാരിസൺ ഒന്നുമില്ല അവിടെ. ഇപ്പൊ നീ 0 കൊടുത്തു, 0യെ ട്രൂ ആയിട്ടാണ് എടുക്കുക, അത്രേ ഉള്ളൂ. വേറെ കമ്പയർ ഒന്നുമില്ല. ഫോൾസ് ആയിട്ട് 0യെ ഫോൾസ് ആയിട്ടാണ് എടുക്കുക. നമ്മൾ ഫോൾസ് എന്ന് കൊടുക്കുന്നേരം 0 എന്ന് കൊടുത്താൽ 0 ഫോൾസ് ആയിട്ട് എടുക്കും. ഓക്കെ, 5 എന്ന് കൊടുത്താൽ അത് ട്രൂ ആയിട്ട് എടുക്കും. -5 കൊടുത്താൽ ട്രൂ ആയിട്ട്, അത്രേ ഉള്ളൂ. വേറെ കമ്പയർ ഒന്നുമില്ല. ഒരിന്റെ വാല്യൂ ഒന്നുമില്ല, ട്രൂ ആയിട്ട് അങ്ങ് എടുക്കുക, അത്രേ ഉള്ളൂ. ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറെ കാര്യം ചെയ്യാം. ഞാനിവിടെ എ എന്ന് കൊടുത്തു, എന്നിട്ട് ഇവിടെ എ എന്ന് കൊടുത്തു. ഇപ്പൊ എന്തായിരിക്കും നോക്കാം. അൺഡിഫൈൻഡിനെ എന്തായിട്ട് എടുക്കും? ട്രൂ ആയിട്ടാണ് എടുത്തത്. നോക്കി, ഫോൾസ് ആയിട്ട്. അതായത് എക്കകത്ത് ഇപ്പൊ എന്താ ഉള്ളത്? അൺഡിഫൈൻഡ്. ഇവിടെ എ എന്ന് വന്നു അല്ലെ? അതായത് ഇവിടെ വരുന്നത് എന്താ? അൺഡിഫൈൻഡ് ആണ്. അൺഡിഫൈൻഡ് ഫോൾസ് വാല്യൂ, അൺഡിഫൈൻഡ് 0, ഇതിനെയൊക്കെ ഫോൾസ് വാല്യൂ ആയിട്ട് എടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പം ഞാൻ എന്തായിരിക്കും നോക്കാം. അത് നോട്ട് എ നമ്പർ അല്ലേ? അത് ഫോൾസ് ആയിരിക്കും. ചാൻസ് ഒന്ന് നോക്കട്ടെ, അത് ഞാൻ നോക്കിയിട്ടില്ല. ട്രൂ ആണ്. ഓക്കെ, ഇനി വേറെ ഉണ്ട്. ഇൻഫിനിറ്റിന്റെ വാല്യൂ ഇൻഫിനിറ്റി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? മനസ്സിലായോ? അപ്പം ഇങ്ങനെയും ചില കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ചില കേസുകളിലൊക്കെ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരാം. ഓക്കെ ആണല്ലോ? മനസ്സിലായത്? ഓക്കെ, ഇനി അടുത്തത് അത് ഏതൊക്കെ വരാം. ട്രൂ ആയിട്ട് എടുക്കാം. അത് സ്ട്രിങ് അല്ലേ? അതിന് വേറെ കാര്യമുണ്ട്. എം ഡി സ്ട്രിങ്, ഫോൾസ് അല്ലാതെ സ്ട്രിങ്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് സ്ട്രിങ് പറയാം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തു. ഇപ്പം 3 > 2. ഓക്കെ ആണല്ലോ? അപ്പൊ എന്റെ ആവശ്യം വെച്ചാൽ നമ്മൾ കൊടുത്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എസ് എന്ന് പ്രിന്റ് ചെയ്യണം, ട്രൂ അല്ലെങ്കിൽ നോ എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ എന്ത് കൊണ്ടുവരും? എൽസ് കൊണ്ടുവരും. അപ്പം ഇഫിന് എപ്പോഴും എന്തുണ്ട്? എൽസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എൽസ് എഴുതാതിരിക്കാം. വെറുതെ ആദ്യമേ എൽസ് എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇഫ് വെറുതെ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ചില കേസുകളിലൊക്കെ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു രീതി ബിഹേവ് ചെയ്യണം, ഫോൾസ് ആണെങ്കിൽ വേറെ രീതി ബിഹേവ് ചെയ്യണം. ഇപ്പൊ ഇൻ കേസ് നമ്മൾ ഇവിടെയാണ് ഇപ്പം എന്താ console.log നോ എന്ന് കൊടുക്കുന്നത് വെച്ചാൽ, ഈ കേസിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ നോക്കിയേ, ഇപ്പൊ സംഭവിക്കുന്നത് എന്തായിരിക്കും? നോ മാത്രമേ. ഇത് കറക്റ്റ് വർക്ക് ചെയ്യും, പക്ഷെ ഇത് ട്രൂ ആവുന്ന കേസ് രണ്ടും വരും. അപ്പം അത് പറ്റില്ല. നമുക്ക് വേണ്ട എന്താ? ട്രൂ ആണെങ്കിൽ മാത്രം എസ്, ട്രൂ അല്ലെങ്കിൽ നോ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ഇഫിനൊരു എൽസ് പാർട്ട് ഇവിടെ കൊടുക്കും. അപ്പം എൽസിന് കണ്ടീഷൻ ഇല്ല, നമ്മൾ ഇതിന്റെ ബ്രാക്കറ്റ് കഴിയുമ്പോൾ എൽസ് ഇടുക, ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക, എന്നിട്ട് അതിനകത്ത് ഇഷ്ടമുള്ള അത്രയും ലൈൻ എഴുതാം. അപ്പൊ ഈ കേസിൽ ഇത് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഈ ഇഫ് കണ്ടീഷൻ നടക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും, ഇത് ഫോൾസ് ആണെങ്കിൽ നോ വർക്ക് ചെയ്യും. തന്നെയാണ് പ്ലസ് നമുക്ക് എന്ത് ചെയ്യാൻ? ഫോൾസ് ആക്കാം. മനസ്സിലായോ? ട്രൈ നോക്കിയത്. ഇഫ് കഴിഞ്ഞിട്ട് ഒറ്റ സ്റ്റേറ്റ്മെന്റ് വെച്ചാല് ഇത് വേണ്ട. അത് വേണ്ട, സെയിം തന്നെ. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇപ്പൊ അത് അത്രയും കോംപ്ലക്സ് ആണെന്ന് വെച്ചാൽ ഞാൻ പറയാനാ. നിങ്ങൾ ബാക്കിയുള്ള ഇവിടെ ചെയ്തിട്ടല്ലേ പോകത്തുള്ളൂ? ബാക്കി എന്തൊക്കെയാണോ ചെയ്യാനുള്ളതൊക്കെ അതോ നേരത്തെ പോകുന്നത്? 2 മണിയായിട്ട് പറഞ്ഞേക്കെ. ഞാൻ ചിലപ്പോൾ അതിന് മുമ്പേ വരും, പക്ഷെ എന്നാലും
ഇനിയിപ്പോൾ നമുക്ക് അത് അടുത്ത സെറ്റ് ചെയ്യാം. ചെയ്തത് സെക്കൻഡ്.
3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുന്നവരെ ചെയ്യുക. ഞാൻ ഇത് ഇട്ടിട്ടില്ലേ സ്ലൈഡ്, അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ചെയ്യുന്നവരെ ചെയ്യുക. ഓക്കെ, പള്ളി പോയിട്ട് വന്നിട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ, ചെയ്തോ. നീ ചെയ്ത് കഴിഞ്ഞോ? നിങ്ങളാരും പോകുന്നില്ലല്ലോ ഇവിടുന്ന് ഇപ്പോഴേ? നിനക്കൊണ്ടല്ലേ പറ്റിയേ?
ഇക്വാലിറ്റി ആണ് ചോദിച്ചത്. രണ്ട് ഇക്വാലിറ്റി അത് മോഡൽസ് എടുത്തിട്ടാണ് ഇക്വാലിറ്റി. അതെപ്പോഴും അരിത്തമാറ്റിക് ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്തോ.